അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഒരു വാട്ട ചെയ്തിട്ടുണ്ട് ഡേ കണ്ടാലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു കട്ടൻ ചായയിലാണ് കേട്ടോ തുടങ്ങിയിരിക്കുന്നത്. രാവിലെ തന്നെ ചൂടോടെ കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു സുഖമില്ലാത്തല്ല തോന്നി. അപ്പോൾ അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പൂരിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നാൾ കൂടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാൽച്ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഉച്ചയ്ക്ക് ഞാൻ ചോറാണ് കഴിക്കണേ. ചോറ് ഞാൻ ഉപ്പ് ഇങ്ങനെ വിതറുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ വീട്ടിൽ ഉപ്പിട്ടിട്ട് ചോറ് വെക്കാറില്ല. ചിലയിടത്തൊക്കെ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ഉപ്പിട്ട് ചോറ് വാങ്ങണത്. പക്ഷെ നമ്മളിങ്ങനെ വേറെ ഉപ്പ് ഇങ്ങനെ കലക്കി വെച്ചിട്ടാണ് കേട്ടോ ചോറുണ്ണാൻ നേരത്തെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കും. അപ്പം നമ്മുടെ വിഷയം ഇന്ന് ചോറിൻ്റെ ഒപ്പം ചക്കക്കുരുമാങ്ങയും പിന്നെ ഉണക്കമീൻ വറുത്തതുമായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൂണലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു 3 മണി 4 മണിയൊക്കെ ആവാറായപ്പോഴേക്കും ഒരു പരിപ്പുവട കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ ചായക്കുള്ളൊരു സ്പെഷ്യൽ സാധനം അമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ഒരു പരിപ്പുവട അകത്താക്കി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യലും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയും എല്ലും കൂടെ കൂടി വെച്ചതാണ്. അപ്പം നമ്മളതിനെ ഇവിടെ ഏഷ്യാഡ് എന്നിട്ടാണ് പറയണേ. അപ്പം അങ്ങനെ ഏഷ്യാഡും പിന്നെ കട്ടൻ ചായയും ഉണ്ടായിരുന്നു. അങ്ങനെ കട്ടൻ ചായയും കൂടെ കുടിച്ചു. പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ. അപ്പോൾ രാത്രിയിലത്തേക്ക് കഴിക്കാനുണ്ടായിരുന്നത് ചോറും പിന്നെ ഉച്ചക്കലത്തെ ചക്കക്കുരുമാങ്ങയും ഉണക്കമീൻ വറുത്തതുമാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരം TV ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അമ്പടൂനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരാഴ്ചയായിട്ട്. അപ്പം അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു പപ്പട അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ TV ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്, ഇങ്ങനെ എണ്ണപ്പലഹാരമൊക്കെ. അങ്ങനെ അതും കൂടെ കഴിച്ചു. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ടും എനിക്കിതൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഈ സീസണിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.